പിന്നെ മറ്റൊരു കാര്യം കൂടി ഒന്നുകൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയതിനപ്പുറം ഈ ഡാൻസ് ആപ്പ് ടീമിൽ നിന്ന്, ഈ ഡാൻസ് ആപ്പ് ടീമാണല്ലോ ഈ സ്വർണം പിടിക്കുന്നത് പുറത്തിട്ടിട്ട്. വേറൊരു കാര്യം, ഈ എടവണ്ണ മരണത്തിൽ ആദ്യം വീട്ടിലെത്തുന്ന ഡാൻസ് ആഫാണ്, ഡാൻസ് ആപ്പിലെ പോലീസുകാരനാണ്. ഈ കുട്ടി മരിച്ചിട്ട് അപ്പം എല്ലാത്തിലും ഡാൻസ് ആഫാണ്. അപ്പം ഈ പിടിക്കുന്ന സ്വർണം ഇങ്ങനെ കടത്തിക്കൊണ്ട് വന്നാൽ അതിനെ, ഞാനിത് പറഞ്ഞോന്നറിയില്ല, എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് പിടിച്ചാൽ അത് കൃത്യമായ കണക്കുണ്ടാവും. അതിൻ്റെ അവിടെ അതിൻ്റെ സർവൈലൻസ് സിസ്റ്റവും കാര്യങ്ങളുണ്ട്. ഒന്നും അതിൽ തൊടാൻ കഴിയില്ല. വഴിയിൽ നിന്ന് ഇതിനുള്ള പ്രധാന കാരണം 50 ബിസ്ക്കറ്റ് പിടിച്ചാൽ 25 ബിസ്ക്കറ്റോ 20 ബിസ്ക്കറ്റോ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇതിനെങ്ങനെ തെളിവ് കിട്ടുമെന്നല്ലേ? ഈ പിടിച്ച ആളുകളുടെയൊക്കെ റെക്കോർഡ് ഇവിടെ ഉണ്ടല്ലോ. അതായത് ഈ പറയുന്ന സുജിത്ദാസിൻ്റെ ടീം പിടിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ റെക്കോർഡറാണ്. എത്രയോ മനുഷ്യരുണ്ട്. ആ ആളുകളെ വിളിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. എത്ര ബിസ്ക്കറ്റ് അവർ കൊണ്ടുവന്നിരുന്നത്, എന്താ സംഭവിച്ചിരുന്നത്? 10 ആളെങ്കിലും സത്യം പറയില്ല, 100 ആളെ വിളിച്ചു ചോദിച്ചാൽ. ഇത് തെളിയിക്കാൻ എന്താ പ്രയാസം? അപ്പം ആ രീതിയിലുള്ള അന്വേഷണം ഈ വിഷയം എനിക്കിങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ ഈ കളവ് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ വഴിയുണ്ടല്ലോ. പിന്നെ എല്ലാ തെളിവും എനിക്കിവിടെ കൊടുന്നു വെക്കാൻ കഴിയുമോ? എനിക്ക് കിട്ടുമോ? അപ്പം ഇനി ബാക്കിയുള്ള കാര്യം, ഞാൻ പറഞ്ഞതിൽ നിന്ന് പറഞ്ഞത് വസ്തുതയാണോ, പറഞ്ഞതിനപ്പുറമുള്ള കാര്യം എന്താണ്, ആരൊക്കെയാണ് ഇതിലെ പ്രതികൾ, എന്തൊക്കെ ദേശദ്രോഹ കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ADGP അജിത് കുമാറിന് 75 ലക്ഷം രൂപയോളം ഒരു സെൻറ്റിന് വില വരുന്ന, ഏകദേശം 15-16 കോടി രൂപ വില വരുന്ന ഭൂമി വാങ്ങാൻ പണം ലഭിച്ചത്? പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കിയൊക്കെ പോട്ടെ, ഇവിടുന്ന് തുടങ്ങാൻ നമുക്ക് കവടിയാർന്ന്. ഇവിടെ നമ്മൾ ഈ ലോകം മുഴുവൻ നടന്ന് ആഫ്രിക്ക വരെ പോയി കഷ്ടപ്പെട്ട് മലമ്പരിയും പിടിച്ചിട്ട് നമുക്കൊന്നും സാധ്യമാകുന്നില്ല. ഞാനിപ്പോഴും 100 ചില്ലാനം പഴക്കല്ല വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ വാപ്പുണ്ടാക്കി. അപ്പോൾ ഇവരൊക്കെ ഒരു 4-5 കൊല്ലം ഈ പറയുന്ന പോലെ ADGPയും DGPമാരും ആകുമ്പോൾ ഭൂമിയുടെ വില തന്നെ 15-15.5 കോടി രൂപ. അന്വേഷിക്കട്ടെ. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോട്ടെ. ദയവായി ഞാൻ ആദ്യം പറഞ്ഞ ഈ കവടിയാറിലെ കാര്യം ദയവായി ഞാൻ മഹേഷിനെ വിളിക്കും വൈകുന്നേരം. മഹേഷുണ്ടല്ലോ ഇവിടെ അല്ലേ? മഹേഷിയുടെ മഹേഷിൻ്റെ കോളേജ് മേറ്റും എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അത് മഹേഷിനെ ഏൽപ്പിക്കണം. ഒന്ന് തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞിട്ട് ആ കവടിയാറിൽ പോയി കാണാതെ നോക്ക്. ആ സാധനം വൈകുന്നേരം വഴിക്കൊന്ന് കേരളത്തിലെ ജനങ്ങളെന്ന് കാണിച്ചു കൊടുക്കണം. ചെരുപ്പിടാത്ത പാവപ്പെട്ട DGP ഉണ്ടാക്കുന്ന ഈ എന്താ കുറ്റിപ്പരൻ്റെ വിവരം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി. അതുകൊണ്ട് വിഷയങ്ങൾ 1-ാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ സത്യസന്ധമായി, എന്നോടുള്ള വൈരാഗ്യം നിങ്ങൾ വെച്ചോ, ഞാൻ ഇന്നലെയും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തെടുത്തോ. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഈ നാടിനോടൊപ്പം നിൽക്കണം എന്ന് സ്നേഹപൂർവ്വം ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് 1-ാം ഘട്ടം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ ചോർത്തും, ഞാൻ അയച്ചുതരാം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതൊക്കെ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസി ഉറപ്പുവരുത്തില്ല. നമുക്കത് ഉറപ്പുവരുത്താനുള്ള സിസ്റ്റം ഒന്നും ഇല്ലല്ലോ.